പെരിയാർ എന്ന ജലബോംബ് നമ്മുടെ നെറുകന്തലയിലിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതികരണവും പ്രതിഷേധവും അനിവാര്യമാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുള്ള അവസ്ഥ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നിങ്ങൾ ചിന്തിക്കണം. നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാമിന് 131 വർഷം പഴക്കം. ഡാം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലും സുർക്കി മിശ്രിതവും കുമ്മായം, കടുക്ക, ശർക്കര ചേർത്താണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഡാം നിർമ്മിച്ച കാലഘട്ടത്തില് 50 വർഷമാണ് ആയുസ് പറഞ്ഞത്. ഡാമിന്റെ ആയുസ് 50 വർഷമാണ്. പാട്ടക്കരാറിന്റെ അവസ്ഥ എന്ന് അറിയാമോ? 999 വർഷമാണ് പാട്ടക്കരാറ്. 1886 ഒക്ടോബർ 29 പെരിയാർ ലേക്ക് ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെരിയാർ ലേക്ക് ലീസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 1886. നിങ്ങളൊന്ന് ചിന്തിക്കുക, 50 വർഷം ആയുസുള്ള ഒരു ഡാമിനെ 999 വർഷം എഗ്രിമെന്റ് പാട്ടക്കരാർ ഉണ്ടാക്കാന്ന് പറഞ്ഞ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ വിരോധാഭാസം ഒന്ന് ആലോചിച്ചത്. അതിനുശേഷം കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നമ്മുടെ CH മേനോൻ 1970 മെയ് 29 വീണ്ടും ഡാം, ഈ മുല്ലപ്പെരിയാർ ഡാം ആയിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടിന് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയുള്ള വീണ്ടും പുതുക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. 1970 CH മേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡാം തമിഴ്നാടിന് വൈദ്യുതിയും കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി കൊടുത്തുള്ള കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണം. എത്ര വിചിത്രമാണെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര വിചിത്രമാണ്, നിങ്ങൾ ചിന്തിക്കണം. ഡാം പൊട്ടിയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഡാം പൊട്ടിയാല് 6 ജില്ലകള് വെള്ളത്തിനടിയിലാവും. ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവില്ല. മുഴുവൻ പേരും വെള്ളത്തിനടിയിലാവും എന്നാണ് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ടത്. ഇടുക്കി, അതേപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ വെള്ളത്തിനടിയാവും. തൃശ്ശൂരിന്റെ തെക്കൻ മേഖല മൊത്തം പോകാനുള്ള സാധ്യത കൂടുതലാണ്. 35 ലക്ഷം മുതൽ 50 ലക്ഷം പേര് വരെ വെള്ളത്തിൽ പെട്ട് മരിക്കും എന്നുള്ളതിന് ഒരു തർക്കമില്ല. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞ ഒരു കാര്യവും ഭരണാധികാരികൾ ചെയ്യുന്നില്ല. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ മറ്റ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നതല്ല, അല്ലെങ്കിൽ പുരോഗമനമായിട്ട് ചിന്തിക്കുന്നവർ പറയുന്നില്ല. UN, ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻ ആണ് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നറിയിപ്പാണ്. വളരെ അവഗാഹമായിട്ടുള്ള പഠനം നടത്തി റിപ്പോർട്ട് തന്നിരിക്കുകയാണ്. ഇവര് പറയുന്നത് കേരളത്തിന് സുരക്ഷയും നാടിന് വെള്ളവും തമിഴ്നാടിന് വെള്ളവും എന്ന രീതിയിലുള്ള പുതിയ മുദ്രാവാക്യമാണ് പറയുന്നത്. പുതിയ അണക്കെട്ട് വേണമെന്ന് പറയണത്. പരിസ്ഥിതി പ്രവർത്തകരൊന്നും അണക്കെട്ട് വേണമെന്ന് ആരും പറയാൻ സാധ്യത കുറവാണ്. ഒരു തരത്തിലുള്ള ജലബോംബാണ്. അണക്കെട്ടിന് സാധ്യതയൊന്നുമില്ല. ജലനിരപ്പ് ഈ 142 അടി ജലനിരപ്പ് 152 അടി ആയി ഉയർത്തണമെന്നാണ് തമിഴ്നാട് പറയുന്നത്. ഏത് നിലവിലുള്ള ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടി ഉയർത്തണമെന്നാണ് പറയുന്നത്. പുതിയ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നേക്കാളും നല്ലത് ജലനിരപ്പ് താഴ്ത്തുക എന്നുള്ളതാണ്. ചുരുങ്ങിയത് തമിഴ്നാടിന് വെള്ളമാണ് ആവശ്യം. ഇനി വൈദ്യുതി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടുത്തെ സുരക്ഷ കണക്കാക്കിക്കൊണ്ട് ആ എഗ്രിമെന്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വെള്ളം തമിഴ്നാടിന് എത്ര വേണമെങ്കിലും കൊടുക്കണതിന് പ്രശ്നമുള്ള കാര്യമല്ല. കൃഷിയാണ് അവിടെ അന്നം മുടക്കണം എന്നുള്ള ആരും പറയുന്നില്ല. പക്ഷെ വെള്ളത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. 50 അടി മുതൽ 100 അടി വരെ ആക്കി തമിഴ്നാടിന് വെള്ളം കൊടുക്കട്ടെ. ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. മറ്റൊരു ഡാം, നമ്മുടെ ജലബോംബ് പോലെയുള്ള മറ്റൊരു ഡാം പണിയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 ജില്ലകൾ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമാണ്. അതുകൊണ്ട് മഴക്കാലം വരുമ്പോഴല്ല പ്രതികരിക്കേണ്ടത്, മഴക്കാലത്തിന് മുൻപ് തന്നെ നമ്മൾ പ്രതികരിക്കണം. 999 വർഷം പാട്ടക്കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പെരിയാർ ലേക്ക് ലീസ് എഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണത്. അപ്പൊ വീണ്ടും വിചിത്രമായിട്ട് നമ്മൾ 970 വീണ്ടും പുതുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് വിരോധാഭാസം എന്ന് ആലോചിച്ചേ. ഒരു ദീർഘവീക്ഷണമില്ലായ്മയാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. 131 വർഷം പഴക്കം, 50 വർഷം മാത്രം കാലാവധിയുള്ള ഒരു ഡാമിന് 131 വർഷമായിട്ടും, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്ത് നിർമ്മാണ പ്രവർത്തനത്തിനും നാശമുണ്ടാവും നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ പ്രതികരിക്കണം. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. മഴക്കാലത്ത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്.
മറിച്ച് ഇതിനെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രശ്നപരിഹാരമാണ് ആവശ്യം. അതിനെന്ത് ചെയ്യണം? ഒരു ഒത്തുചേരലും അതുപോലെ തന്നെ കൂട്ടായ്മയും ശക്തമായിട്ടുള്ള പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡാമിന്റെ സംഭരണശേഷി കുറയ്ക്കണമെന്ന് മാത്രമാണ് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷന് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.